കുഞ്ഞു മക്കൾക്ക് പോലും എന്നെ സഹായിക്കാൻ കഴിയും. ദേശങ്ങളിൽ വോട്ട് ചോദിച്ച് നിങ്ങളെന്നെ സഹായിക്കാം. അതിനോടൊപ്പം 25 വർഷം ജീവിച്ചാണ്. ഇനിയും ഈ മണ്ണിൽ നിങ്ങളോടൊപ്പം തന്നെ നമ്മുടെ ഗാന്ധി ഭവൻ കൊച്ചിക്കടവ് പാലം പൂർത്തിയാകുന്നതോടെ ഈ പ്രദേശത്തിൻ്റെ മുഖച്ഛായ മാറും. BMNBC നിലവാരത്തിലുള്ള റോഡും എല്ലാം വരും. ഗാന്ധി ഭവനിലേക്കുള്ള യാത്രക്കാർ ഏത് ഭാഗത്തു നിന്നും വളരെ വേഗത്തിൽ എത്തിച്ചേരാൻ കഴിയുന്ന നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയ വികസനങ്ങളുടെ ഇന്ന് ഗാന്ധി ഭവനിലുള്ള സോമരാജ സാറും ഇവിടെ ഉള്ളവർ വിചാരിക്കുന്നത് പാലം വന്നാൽ നല്ലതാണ് എന്ന്. പക്ഷേ സാധാരണക്കാരെ ആളുകൾക്ക് ഇപ്പോഴതിൻ്റെ ഒരു സീരിയസ്നെസ് മനസ്സിലാക്കില്ല. ഇതിൻ്റെ ഒരു ഗുണഫലം എന്താണ് എന്ന് മനസ്സിലാക്കി. ഈ പാലം ആരും ആവശ്യപ്പെട്ടിട്ട് വന്നതല്ല, ഞാൻ തന്നെ ഒരു പറഞ്ഞുണ്ടാക്കിയ ഒരു പാലം. ജനങ്ങളിലൂടെ ജനങ്ങളെ ആവശ്യപ്പെട്ടിട്ടില്ല. ഗാന്ധി ഭവനും അങ്ങനെ ഒരു ചിന്ത പോയില്ല. പാലം അവിടെ എന്നുള്ള ചിന്തയില്ല. അവിടെ വെച്ച് ഗാന്ധി ഭവനിലേക്ക് വരുന്നവർക്ക് വരാൻ റോഡുണ്ട്, അവിടെ വെച്ച് തീർന്നു. ഗാന്ധി ഭവൻ കഴിഞ്ഞാൽ പിന്നെ ഒരു നദിയാണ്, ആ കടവിൽ വന്ന് നിൽക്കും. പക്ഷേ ഞാൻ ഇത്തരത്തിലൊരു ആശയം പറഞ്ഞപ്പോഴേക്കും നിൽക്കുകയും രാത്രികൾ എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അവിടെ പാലമുണ്ട്. അതുപോലെ ഇവിടെ പുതിയ പാലം വന്നു, ഈ റോഡ് വരുന്നു, അപ്പുറത്ത് അംഗൻവാടി വന്നു, അത് കഴിഞ്ഞാൽ അപ്പുറത്ത് RTO ഓഫീസ് വന്നു, അതിനപ്പുറത്ത് സ്കൂൾ വന്നു, സ്കൂളിൻ്റെ അപ്പുറത്ത് ഇനി പുതിയ RTO ഓഫീസ് വരാൻ പോകുന്നു. അതേ സ്പോർട്സ് ഹബ് വന്നു. കുണ്ടയത്ത് എന്ന് പറയുന്നത് ഒറ്റപ്പെട്ടൊരു സ്ഥലങ്ങളില്ല. ഗാന്ധി ഭവൻ കഴിഞ്ഞാൽ പിന്നെ തങ്ങളവസാനം കൂടി കഴിഞ്ഞാൽ ലോകാവസാനമായിരുന്നു അവിടെ. പക്ഷേ ഇന്ന് അങ്ങനെയല്ല, അവിടെ ലോകം തുടങ്ങിയാണ്, പുതിയൊരു ലോകം തുടങ്ങിയാണ്. അപ്പം അങ്ങനെ എവിടെ നിന്ന് നോക്കിയാലും ഞാനിപ്പോൾ പിന്നെ മാധ്യമ സുഹൃത്തുക്കളുമായി സംസാരിക്കുമ്പോൾ പട്ടാഴിയിൽ നിന്ന് പട്ടാഴി ക്ഷേത്രത്തിൻ്റെ മുറ്റത്ത് നിന്നുകൊണ്ട് സംസാരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു ഇവിടെ എന്തൊക്കെ ചെയ്തെന്ന്. ഞാൻ തൊട്ടപ്പുറത്തെ സ്കൂള്, ഇപ്പുറത്തെ സ്കൂള്, 3 കെട്ടണം, അവിടെ 4 കെട്ടണം, ഇവിടെ 2 കെട്ടണം, കംപ്ലീറ്റ് ഫർണിച്ചർ ഞാൻ കൊടുത്തത്. അങ്ങോട്ട് നോക്കിയാൽ അപ്പുറത്തെ ആശുപത്രി, പട്ടാഴി അമ്പലത്തിൻ്റെ അവിടെ നിന്ന് പറയാം, തൊട്ടടുത്ത് PHC MLA ഫണ്ട് നിർമ്മിച്ചു, ലാബ്, എല്ലാ സർവ്വ ഉപകരണങ്ങളും 5.5 ലക്ഷം രൂപയുടെ ഉപകരണം കഴിഞ്ഞ ആഴ്ച വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട്. 5-6.7 ലക്ഷം രൂപ ഉപകരണം വാങ്ങിച്ചു കൊടുത്തു. ലാബിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അതിന് മുമ്പിൽ കാണുന്ന റോഡ്, ദർപ്പയിലേക്ക് പോകുന്ന റോഡ്, ഇങ്ങനെ ആറാട്ടുപുഴ പാലം ഇറങ്ങി ഇങ്ങോട്ട് പറഞ്ഞാൽ കുത്തുമൂക്കിലേക്കുള്ള റോഡ്, ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചാൽ എനിക്ക് 25 വർഷം പിന്നിടുമ്പോൾ ഏറ്റവും സന്തോഷിപ്പിക്കുന്ന ഒരു മുഹൂർത്തം എന്ന് പറയുന്നത് നമ്മളൊരു സ്ഥലത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ ചൂണ്ടിയാൽ MLA ചെയ്ത കാര്യങ്ങൾ കാണിച്ചു കൊടുക്കും. ഓരോ ചവിട്ടടിയിലും മറ്റ് പ്രദേശങ്ങളിൽ വന്നവരാണ് ഇവിടുത്തെ അതിഥികളെന്ന്. ഓരോ ചവിട്ടടിയിലും വികസനം ഉണ്ടെന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഓരോ ചവിട്ടടിയിലും അടിയിലും പൈപ്പിലും എല്ലാ വീട്ടിലും കുടിവെള്ളം, അതും ശുദ്ധീകരിച്ച കുടിവെള്ളം. തിരുവനന്തപുരം നഗരത്തിൽ 3 പ്ലാന്റേ ഉള്ളൂ, പക്ഷെ 16 ജില്ലത്തിൽ 3 പ്ലാന്റ് വെള്ളം ശുദ്ധീകരിക്കുന്ന 3 പ്ലാന്റ് ഉള്ളൂ തിരുവനന്തപുരം നഗരത്തിൽ. കൊച്ചി നഗരത്തിന് അത്ര പോലും ഇല്ല. പക്ഷേ 16 നിയമത്തിൽ 8 പഞ്ചായത്തിലായി 3 കുടിവെള്ള പ്ലാന്റുകളുണ്ട്, ശുദ്ധീകരണം. എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ ഓരോ ചവിട്ടടിയിലും വികസനം. നമ്മൾ നടന്നു പോകുന്ന ഓരോ സ്റ്റെപ്പ് പറഞ്ഞു. ഈ ഒരു മറുപടി ഉണ്ടായി, സ്നേഹത്തോടെ അതിനെ കൊണ്ടു നടക്കുന്ന പോലെയാണ് പത്തനാപുരത്തെ ഒരു കേടും കൂടാതെ 26 വർഷങ്ങൾക്ക് ഒരു കേടും കൂടാതെ ഇപ്പോൾ കണ്ടാലും വണ്ടി പുതിയതുപോലെ ഇരിക്കുന്ന പോലെ പത്തനാപുരം പുതിയ പത്തനാപുരമാണ്, പഴയ പത്തനാപുരമാണ്. ഓരോ ദിവസവും പത്തനാപുരം പുതിയ പത്തനാപുരം. അതെല്ലാം കാരണം ഞാൻ കാണുന്നൊരു കാഴ്ച ഗാന്ധി ഭവനാണ് ദേവാലയം എന്ന വിശ്വാസം. ഏറ്റവും പവർഫുൾ ദേവാലയം ഏതാണെന്ന് ചോദിച്ചത് അത് ഗാന്ധി ഭവനാണ്. കാരണം ഇവിടുത്തെ പ്രാർത്ഥനയ്ക്കാണ്, ഇവിടുത്തെ മനസ്സൊരിക്കലും കണ്ടെന്ന പ്രാർത്ഥനയ്ക്ക് വലിയൊരു വാല്യൂ. ഏത് നേർച്ച പെട്ടിയിൽ പൈസ ഇടുന്നതിനേക്കാൾ, ഏത് വഴിപാട് നേരുന്നതിനേക്കാൾ ഇവിടെ എത്തുന്നതാണ്. ഓരോരുത്തരും നല്ല മനുഷ്യരായ ആളുകൾ അവരുടെ കുടുംബത്തിലെ അംഗങ്ങളുടെ മരണത്തിൻ്റെ ദിവസം, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ദിവസം, ഈ ദിവസങ്ങളെല്ലാം ഇവിടെ വന്ന് ഇവിടുത്തെ സ്നേഹിത കുടുംബാംഗങ്ങളുമായി സമയം ചെലവഴിക്കുക എന്ന് പറയുന്നത് ഒരു പുണ്യം തന്നെയാണ്.